എൻ്റെ പേര് ഗോപകുമാർ PR. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചീഫ് ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഹീമോഡയാലിസിസിനെ കുറിച്ചാണ്. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ്റെ സഹായത്തോടു കൂടി രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് നമ്മൾ കിഡ്നി ഫെയിലറായിട്ട് വരുന്ന പേഷ്യൻറ്റിന് ഡയാലിസിസ് വേണ്ടി വരുമ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി വെച്ച് ഒരു മെഷീൻ്റെ സഹായത്തോടാണ് നമ്മൾ ഒരു ട്യൂബ് ഘടിപ്പിച്ച് ഇത് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു രോഗി വരുമ്പം അവർക്ക് നമുക്ക് ഒന്നെങ്കിൽ കത്തീറ്റർ ഇടണം, ഒരു ട്യൂബ് ഘടിപ്പിക്കണം കഴുത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ ഫെമറലിലോ കാലിലോ നമ്മളൊരു ട്യൂബ് ഘടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതല്ല അവർക്ക് റെഗുലറായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ പെർമനൻ്റ് ആക്സസ് എന്നുള്ള ഒരു പ്രക്രിയ ചെയ്യും. അത് നമ്മുടെ ആർട്ടറിയും വെയിനും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ കൂടെ ആയിരിക്കും പിന്നീട് നമ്മൾ 2 നീഡിലിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. ഡയാലിസിസ് ചെയ്യുമ്പം നമ്മളൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി നമ്മൾ ഡയലൈസർ എന്ന് പറയും. ആ ഡയലൈസർ മിഷൻ വെച്ചിട്ട് മിഷനകത്ത് നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് കൊടുക്കും, ഡയാലിസിസ് ദ്രാവകം നിറച്ച് അതിൽ കൂടെയാണ് നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുന്നത്. ഈ ഫിൽറ്ററിനകത്ത് വെച്ച് ബ്ലഡ് ശുദ്ധീകരിക്കുകയും ബ്ലഡിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ ഈ നമ്മൾ കൊടുക്കുന്ന ഡയാലിസിസ് ദ്രാവകം അതുപോലെ നമ്മുടെ ബ്ലഡിലുള്ള മാലിന്യങ്ങളെല്ലാം ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. ഇതിനകത്ത് 3 പ്രക്രിയയാണ് ഒരു സമയം നടക്കുന്നത്. നമ്മുടെ ഡിഫ്യൂഷന്, ഓസ്മോസിസ്, അൾട്രാഫിൽട്രേഷൻ. അപ്പോൾ ഈ 3 ഇതും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനകത്ത് ശുദ്ധീകരിച്ച് നമ്മുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത്. ഇത് 4 മണിക്കൂർ പ്രക്രിയയാണ്. ഈ സമയത്ത് രോഗി കിടക്കുകയും അവർക്ക് ഇതിനകത്ത് ഒരുപാട് നമുക്ക് BP വേരിയേഷൻ വരികയും അതുപോലെ ഷുഗറിൻ്റെ വേരിയേഷൻ വരികയും ഒക്കെ ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും നല്ല ക്ലിയറൻസ്, വളരെ ക്വിക്ക് ടൈം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്ലിയറൻസ് കിട്ടുകയും രോഗികൾക്ക് അതുപോലെ ശ്വാസമുട്ടലായിട്ട് വരുന്ന രോഗികൾക്ക് നമ്മൾ ആ എക്സസ് ഫ്ലൂയിഡ് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ശ്വാസമുട്ടലായിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പം 4 ലിറ്റർ ആയിരിക്കും 5 ലിറ്റർ ആയിരിക്കും ഫ്ലൂയിഡ് എക്സസ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഡയാലിസിസിലൂടെ നമുക്ക് പേഷ്യൻറ്റിനെ നമുക്ക് സ്റ്റേബിളാക്കാൻ പറ്റും. അൾട്രാഫിൽട്രേഷൻ ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും. ഈ സമയത്ത് രോഗികൾക്ക് ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം, അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം, ക്രാംസ് ഉണ്ടാകാം. ഇതെല്ലാം ഇതിനകത്തുള്ള ഒരു ഡിസഡ്വാൻറ്റേജാണ്. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റിലായിട്ട് പേഷ്യൻറ്റിനെ നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റും. അതിനകത്ത് ഡ്യൂറിങ് ടൈമിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം, അതുപോലെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാം. ഇതിനകത്ത് ഈ നടക്കുന്ന ഡയാലിസിസ് സമയത്തുണ്ടാകുന്ന ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ രോഗികൾ വളരെ സേഫായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഹീമോഡയാലിസിസിനകത്ത് ചെയ്യുമ്പം ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. 3 ഡയാലിസിസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഒരുപാട് കുറവായിരിക്കും 3 എണ്ണം ചെയ്യുമ്പം. അതല്ലാന്നുണ്ടെങ്കിൽ ആഹാരത്തിലും വെള്ളത്തിലും ഒക്കെ നമുക്ക് ഒരുപാട് നിയന്ത്രണം വേണ്ടി വരും. കാര്യം ഇവർക്ക് പോകുന്ന മൂത്രത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ നമുക്ക് കുറച്ചെങ്കിലേ പറ്റൂ. ആഴ്ചയിൽ 3 ചെയ്യുന്ന രോഗികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ അളവും അതുപോലെ കഴിക്കുന്ന ആഹാരത്തിനും നമുക്ക് നിയന്ത്രണം വലുതായിട്ട് വേണ്ടി വരത്തില്ല. കാര്യം 1-2 ഡയാലിസിസിന് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള നിയന്ത്രണം വേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ആഴ്ചയിൽ 1 ചെയ്യുന്ന ഇതാണേലും ഒരിക്കലും അതൊരു നല്ല ഡയാലിസിസ് ആയിരിക്കുകയില്ല. എപ്പോഴും ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നതായിരിക്കും രോഗികൾക്കും നല്ലത്, അതുപോലെ അവരുടെ ആരോഗ്യത്തിനും നല്ലത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പൊട്ടാസ്യം കൂടും, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഇതുകൊണ്ടായും രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതകളുള്ളതാണ്. അതാണ് ഈ ഹീമോഡയാലിസിസിനകത്ത്. അതുപോലെ ഹീമോഡയാലിസിസ് ചെയ്യുന്ന വെള്ളം എപ്പോഴും 100% പ്യുവർ മിനറൽ വാട്ടർ ആയിരിക്കണം. അത് ലോ മിനറൽ വാട്ടർ ആയിരിക്കണം. അതിന് നമ്മൾ പ്രത്യേക പ്ലാന്റ് തന്നെയാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്.
ഏറ്റവും നല്ല ക്വാളിറ്റി വാട്ടർ വെച്ച് എത്ര ഡയാലിസിസ് ചെയ്യുന്ന അത്രയും പേഷ്യൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും, അതിൻ്റെ ലൈഫും നിലനിൽക്കും. വെള്ളം മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി, അത് ഡയാലിസിസിൻ്റെ ക്വാളിറ്റിയും കുറയും, പേഷ്യൻറ്റിൻ്റെ ജീവനും അതിന് മോശമാകാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ നമ്മൾ ഡയാലിസിസിന് വേണ്ടിയിട്ട് പ്രത്യേക പ്ലാന്റ് വന്നാൽ ആ പ്ലാന്റിലെ വെള്ളം നമ്മൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്യുകയും മന്ത്ലി നമ്മളതിൻ്റെ വാട്ടർ അനാലിസിസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ രോഗികളുടെ ജീവൻ അപകടത്തിലാകും. വെള്ളമെന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയാലിസിസിനകത്ത്. അപ്പോൾ ആ ഡയാലിസിസ് പ്ലാന്റ് വളരെ വൃത്തിയോടുകൂടിയും അതുപോലെ വളരെ സ്റ്റെറൈൽ ടെക്നിക്കിലും വേണം നമ്മളെപ്പോഴും അത് കൈകാര്യം ചെയ്യാൻ. കാര്യം ഒരു അണുബാധ പോലും ആ വെള്ളത്തിനകത്തുണ്ടാകാൻ പാടില്ല. അതാണ് ഹീമോ ഡയാലിസിസിന് നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ. അപ്പോൾ ഹീമോ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ജീവൻ നമുക്ക് വിലപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ 17 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ വളരെ സന്തോഷമായും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുമാണ് നമുക്കിരിക്കുക. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റവരെല്ലാവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടി തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ലൈഫും നമ്മൾ ഇത് ചെയ്യുകയാണ്. കാര്യം 17 വർഷമെന്ന് പറയുന്നത് ലോങ് പീരീഡാണ്. അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വളരെ നമ്മുടെ SUT ഹോസ്പിറ്റലിൽ തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്.